ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ ഒരു ബിസിനസ്സിൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. വർഷത്തിൻ്റെ അവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നു. ത്രൂ ദിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എ ബിസിനസ് ക്യാൻ അസർട്ടൈൻ നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ നെറ്റ് റിസൾട്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഒരു നെറ്റ് റിസൾട്ട് ലഭിക്കുന്നു. ബാലൻസ് ഷീറ്റിലൂടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, ഒരു പ്രത്യേക ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നു. എന്നാൽ ബോത്ത് ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് ഷോ ദ ചേഞ്ചസ്. എന്നാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ചേഞ്ചസ് കാണിക്കുന്നില്ല. ഫർണിച്ചറിൽ എന്ത് മാറ്റം വന്നു, എന്തുകൊണ്ട് മാറ്റം വരുന്നു? 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ കഴിഞ്ഞ വർഷം ഫർണിച്ചർ 80,000 ആയിരുന്നു, ഈ വർഷം അത് 1,00,000 ആയിട്ടുണ്ട്. അത് എങ്ങനെ മാറി? അപ്പോൾ അതിൻ്റെ മാറ്റത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും കാണിക്കുന്നില്ല. ഫോർ ദിസ് എ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ചേഞ്ചസ്. This statement is called fund flow statement. ഇങ്ങനെ ഈ ചേഞ്ചസ് കണ്ടുപിടിക്കാൻ, മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ആ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ഷോ ഫ്ലോ ഓഫ് ഫണ്ട്, ഫണ്ടിൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ഷോ ദ ഫ്ലോ ഓഫ് ഫണ്ട്. ദ ഫ്ലോ മേ ബി ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ്, ഫ്ലോ ഒഴുക്ക്. ആ ഫണ്ടിൻ്റെ ഒഴുക്ക് കാണിക്കാൻ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ, ബിസിനസ്സിൻ്റെ അകത്തേക്ക് ക്യാഷ് വരും, ഒഴുകും. ഔട്ട്ഫ്ലോ, ബിസിനസ്സിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്കും പോകും. ഇങ്ങോട്ട് വരുന്നതിനെ ഇൻഫ്ലോ എന്നും ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്നതിനെ ഔട്ട്ഫ്ലോ എന്നും പറയുന്നു. ഇൻഫ്ലോ ഉണ്ടാകും, ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നു. ഇങ്ങനെ ഒഴുക്കിനെ കാണിക്കാൻ വേണ്ടി, ക്യാഷിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ഒഴുക്കിനെ കാണിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ, അപ്പോൾ ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ, ഫണ്ട് മീൻസ് എന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ. ഫ്ലോ മീൻസ് ചേഞ്ച്. ഫണ്ട് ഫ്ലോ മീൻസ് ചേഞ്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ രണ്ട് വാക്കുകളാണ് ഫണ്ട്, ഫ്ലോ. ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നും ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എന്താ, നമ്മൾ +2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. വർക്കിംഗ് ക്യാപിറ്റൽ കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. കറൻറ്റ് അസറ്റിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റി മൈനസ് ചെയ്തതാണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ദൈനംദിന മൂലധനം. വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന മാറ്റത്തെയാണ് ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ അതിന് ധാരാളം ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറയാം. ഒന്നാമതായിട്ട് ടു സെർവ് ആസ് എ ടെക്നിക് ഓഫ് മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാനുള്ള, നിയന്ത്രിക്കാനുള്ള, മാനേജ് ചെയ്യാനുള്ള
ഒരു ടെക്നിക്കാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമതായിട്ട് ടു ഷോ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് കോസസ്. വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് മാറ്റവും അതിനെന്തെല്ലാം കാരണങ്ങളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റാണ് ടു ഷോ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് കോസസ്. മൂന്നാമതായിട്ട് ടു റിവീൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാൻ വേണ്ടിയിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നു. നാലാമതായിട്ട് ടു ആൻറ്റിസിപ്പേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. ടു ആൻറ്റിസിപ്പേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. വർക്കിംഗ് ക്യാപിറ്റലിലെ പൊസിഷൻ വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ടു പ്രൊവൈഡ് ബേസിസ് ഫോർ ബഡ്ജറ്റിംഗ്. ദ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ബേസിസ് ഫോർ ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഒരു കമ്പനിക്ക് അതിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപകാരപ്രദമാണ്, ഹെൽപ്ഫുൾ ആണെന്ന് പറയാം. ഇങ്ങനെ പ്രധാനമായിട്ട് 4-5 ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ കമ്പനിയും ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾനെസ്, അതിൻ്റെ ബെനഫിറ്റ്, മെറിറ്റ് എന്നൊക്കെ പറയാം. എന്തിനു വേണ്ടി തയ്യാറാക്കുന്നു, തയ്യാറാക്കൽ നേട്ടങ്ങൾ എന്തെല്ലാമാണ്, ഇത് ആർക്കെല്ലാമാണ് ഉപകാരപ്രദമാകുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനി അതിൻ്റെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഒന്നാമതായിട്ട് അതിൻ്റെ ഉപകാരം ലഭിക്കുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓഹരി ഉടമസ്ഥർക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. അത് എന്തിനായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിന് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയാൽ അതുകൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അവർക്ക് ഏണിംഗ് കപ്പാസിറ്റി അറിയാനാണ്. ടു നോ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ അവർ ഷെയർ ഹോൾഡേഴ്സ് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി എങ്ങനെയുണ്ട് എന്ന് അറിയാൻ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ യൂസ്ഫുൾ ആണെന്ന് പറയാം. അതുപോലെ ഡിവിഡൻറ്റിനെ കുറിച്ചറിയാൻ, ലാഭവിഹിതം. കാരണം ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അറിയാൻ കഴിയും. അപ്പോൾ ഡിവിഡൻറ്റ് എത്രത്തോളം ലഭിക്കും എന്ന് ഷെയർ ഹോൾഡേഴ്സിന് അറിയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് യൂസ്ഫുൾ ടു ക്രെഡിറ്റേഴ്സ്. ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ക്രെഡിറ്റേഴ്സ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് കടം കൊടുത്തവരാണല്ലോ ക്രെഡിറ്റേഴ്സ്. അവർക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ വളരെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. എന്തായിരിക്കും അത്? പേ ഇൻട്രസ്റ്റ്. അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. ക്രെഡിറ്റേഴ്സിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, പലിശ കിട്ടാനുണ്ട്. അവർ കടം കൊടുത്തതിൻ്റെ പലിശ ലഭിക്കാനുണ്ട്. ആ ഇൻട്രസ്റ്റ് തരാൻ ഈ സ്ഥാപനത്തിന് കഴിയോ ഇല്ലേ എന്നൊക്കെ അവർക്ക് അറിയാൻ കഴിയുന്നു. അതുപോലെ റീപേ ലോണ്. അവർ ആ കൊടുത്ത കടം തിരിച്ചു കിട്ടാൻ, റീപേ ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലേ എന്ന് ഈ ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അറിയാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായിട്ട് യൂസ്ഫുൾ ടു ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കുറഞ്ഞ കാലത്തേക്ക് കൊടുത്ത ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ ബാങ്കുണ്ട്, അതുപോലെ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മറ്റ് സാമ്പത്തിക സഹായം കൊടുക്കുന്ന മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അവർക്ക് ഇതുപോലെ അവർ കൊടുത്ത പണം, മണി ഓർ ക്യാഷ്, യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്, അത് ഉപകാരപ്രദമായി ചെലവഴിച്ചോ അതിൽ ഉപയോഗപ്പെടുത്തിയോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്, യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്, യൂട്ടിലൈസ് ചെയ്തോ ഇല്ലേ എന്ന് അറിയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പേ ഇൻട്രസ്റ്റ്, ക്യാൻ പേ ഇൻട്രസ്റ്റ്,
ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിയുമോ ഇല്ലേ എന്നൊക്കെ അവർക്ക് അറിയാൻ കഴിയുന്നു. നാലാമതായിട്ട് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയാൽ ഇതിനേക്കാളെല്ലാം ഉപരി മാനേജ്മെൻറ്റിനാണ് ധാരാളം ഉപയോഗം, അല്ലെങ്കിൽ അതുകൊണ്ട് മെറിറ്റ് ഉണ്ടാകുന്നത് കൂടുതൽ മാനേജ്മെൻറ്റിനാണ്. അവർക്ക് ഒന്നാമതായിട്ട് ഫോർ പ്ലാനിങ്, അവർക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു തീരുമാനം പ്ലാൻ ചെയ്യാൻ അവർക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൂടുതൽ സഹായിക്കുന്നു. അതുപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ, ആ ബിസിനസ്സിനെ കുറിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ഫോർമുലേറ്റിംഗ് പോളിസി, അവർക്ക് നയം രൂപീകരിക്കണം, ബിസിനസ് നയങ്ങൾ രൂപീകരിക്കാൻ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൂടുതൽ സഹായകരമാണ്. അതുപോലെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ, എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ഫ്യൂച്ചർ, അടുത്ത ഭാവിയിലെ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാവണം അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഈ ബിസിനസ്സിന് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ യൂട്ടിലൈസ്ഡ്, എങ്ങനെയാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗപ്പെടുത്തിയത്, യൂട്ടിലൈസ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്, എത്രത്തോളം അത് ഉപകാരപ്രദമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തോ ഇല്ലേ എന്ന് മാനേജ്മെൻറ്റിന് ഉറപ്പുവരുത്താൻ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുന്നുണ്ട്. അതുപോലെ ടേക്ക് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല തീരുമാനം എടുക്കാൻ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായകമാണ്. അതുപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, പ്രവർത്തനങ്ങളിൽ നിന്ന് ഫണ്ട് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈയിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ വീക്ക്നെസ്സും തിരിച്ചറിയാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ മാനേജ്മെൻറ്റിന് ധാരാളം ഉപയോഗം അല്ലെങ്കിൽ ഇതുകൊണ്ട് മെറിറ്റ്സ് ഉണ്ട് എന്ന് പറയാം. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റ്, സാധാരണ ബിസിനസ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ആ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയും ബാലൻസ് ഷീറ്റിലൂടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലൂടെ അവരുടെ നെറ്റ് റിസൾട്ട് അറിയാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ബാലൻസ് ഷീറ്റും ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഏതാനും ചില ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ചേഞ്ചസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ചേഞ്ചസ് എങ്ങനെയാണ് എന്നാൽ കഴിഞ്ഞ 2 വർഷത്തെ അസറ്റ് ലയബിലിറ്റി അതിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ് എന്ന് കണ്ടെത്താൻ സഹായിക്കുകയാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഓൺലി അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റും ലയബിലിറ്റീസ് മാത്രമേ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നുള്ളൂ, ഇതിൽ അതിൻ്റെ ചേഞ്ചസ് ആണ് കാണിക്കപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഇറ്റ് പ്രിപ്പയർഡ് ടു ഷോ ദ സോഴ്സ് ആൻഡ് യൂസസ്. സോഴ്സ് മീൻസ് ഇൻഫ്ലോ, എങ്ങനെ ഫണ്ട് വരുന്നു. യൂസ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഫ്ലോ, എങ്ങനെ ക്യാഷ് പോകുന്നു. അപ്പോൾ അതിൻ്റെ ക്യാഷ് വരുന്നതും അതുപോലെ ക്യാഷ് ചെലവഴിക്കുന്നതും എങ്ങനെയാണ് എന്ന് എവിടെ കാണിക്കുന്നുണ്ട്, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കപ്പെടുന്നു. എന്നാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, പർട്ടിക്കുലർ പീരീഡ്, പർട്ടിക്കുലർ ഡേറ്റ്, ഒരു പ്രത്യേക ഡേറ്റിൽ 31st March ഓർ 31st December, ഒരു ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, ഒരു പ്രത്യേക ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് ഡിഫറൻസ്. തേർഡ് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഒരു വർഷത്തിൻ്റെ അവസാനത്തിലാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. 4, ഇറ്റ് ഈസ് ഓൺലി സപ്ലിമെൻറ്റ്. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സപ്ലിമെൻ്റ് ആണ്,
എന്നാൽ ബാലൻസ് ഷീറ്റോ ഇറ്റ് ഈസ് പ്രൈമറി, അതാണ് പ്രാഥമികം. അതുണ്ടായി കഴിഞ്ഞ ശേഷമാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അത് സെക്കൻഡറി ആണ് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആണെന്ന് പറയാം. അഞ്ചാമതായിട്ട് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് അല്ല, കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. വേണമെങ്കിൽ ചെയ്യാം, കാരണം ഉപകാരമാണ്. ചെയ്താൽ ഫണ്ട് ഫ്ലോ കണ്ടെത്താനൊക്കെ സഹായിക്കുന്നുണ്ട്, മാനവ ഒരുപാട് ധാരാളം ഉപയോഗമുണ്ടെന്ന് പറയാം. ഓപ്ഷണലാണ്. എന്നാൽ ബാലൻസ് ഷീറ്റോ കമ്പൽസറി ആണെന്ന് പറയാം. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻറ്റേണൽ. ഈ ഫണ്ട് ഫ്ലോ ഉണ്ടാക്കിയാൽ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയാൽ അത് ഇൻറ്റേണൽ പാർട്ടീസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനാണ് വളരെ ഉപയോഗം, ഇൻറ്റേണൽ പാർട്ടീസിനാണ് ഉപയോഗം. എന്നാൽ ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് ഫോർ എക്സ്റ്റേണൽ പാർട്ടീസ്, എക്സ്റ്റേണൽ പാർട്ടീസിനാണ് അതുകൊണ്ടുള്ള ഉപയോഗമെന്ന് പറയാം. ഇത്രയും ഡിഫറൻസ് ആണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി കുറേ കാര്യങ്ങൾ അറിയണം. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡ്, അസറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡ്. അസറ്റ് സൈഡിലേക്ക് നോക്കിയാൽ അവിടെ രണ്ട് ഐറ്റം അസറ്റുകൾ ഉണ്ടാവുമല്ലോ. കറണ്ട് അസറ്റും ഉണ്ട്, ഫിക്സഡ് അസറ്റും ഉണ്ട്. കറണ്ട് അസറ്റ് ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്. അതുപോലെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് ലയബിലിറ്റി. അത് ഏതെല്ലാം വരും എന്ന് നമുക്ക് അറിയണം. അത് അറിഞ്ഞാൽ മാത്രമേ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കണമെങ്കിൽ ഏതെല്ലാം ഐറ്റങ്ങളാണ് കറണ്ട് അസറ്റ്, ഏതെല്ലാമാണ് ഫിക്സഡ് അസറ്റ്, ഏതെല്ലാമാണ് കറണ്ട് ലയബിലിറ്റി, ഏതെല്ലാമാണ് ഫിക്സഡ് ലയബിലിറ്റി നമുക്ക് ആദ്യം മുൻകൂട്ടി അറിയാൻ കഴിയണം. കഴിഞ്ഞാൽ മാത്രമേ വളരെ എളുപ്പത്തിൽ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു വിവരണം നൽകാം. നമുക്കറിയാം, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽ റിസീവബിൾ, അതുപോലെ അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതെല്ലാമാണ് കറണ്ട് അസറ്റ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബില്ല് റിസീവബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് അല്ല, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, അക്രൂഡ് ഇൻകം. ഇതെല്ലാമാണ് എന്ത് കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ ഗുഡ് വില്ല്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ വെഹിക്കിൾസ്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്. ഇതെല്ലാം ഏതിൽ വരും? ഫിക്സഡ് അസറ്റിലാണ് വരിക. ഇനി കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇതെല്ലാം പ്രധാനമായ, അതുപോലെ ടാക്സ് പേയബിൾ, ഇതെല്ലാം ഏതിൽ വരും? കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നു. ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ ജനറൽ റിസർവ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ ലോങ് ടേം ലോൺസ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതെല്ലാം ഫിക്സഡ് ലയബിലിറ്റിയിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഓരോ ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടാൽ അത് ഇന്ന ഹെഡിങ്ങിൽ വരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഓക്കെ.